പോക്കളെ മല പോകുന്നു. കാശിന്റെ കഴപ്പ്. എടാ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, നമുക്കൊരു ജോലി വേണ്ടേ? എന്തെന്ന് പറഞ്ഞിട്ട് നമ്മളെ അമ്മ ഇങ്ങനെ ജോലിക്ക് വിടുന്നു? പൈസ എത്രയായാലും മതി. ഇനി ഇത് പറ്റത്തില്ല, നമുക്കൊരു ജോലി വേണം. നമ്മളെപ്പോഴും അമ്മയെ ജോലിക്ക് വിടുക. നമുക്കൊരു ജോലി വേണ്ടേ? നീ എന്തിനും പറ. നീ പണിയുടെ കാര്യമൊന്നും പറയണ്ട. ഗൾഫിൽ പോണോന്നും പറഞ്ഞ ഒരാളെ സെറ്റാക്കി തന്നെയല്ലേ. അതിന്റെ പേരെന്ത്? ആസില്. ആ നാറ് കാരണം വീടിന്റെ ആധാരം വരെ വിറ്റു. എടാ നമ്മുടെ പ്രശ്നം നിനക്കറിയോ? നമുക്ക് പ്ലാൻ ഇല്ലാത്ത നമുക്ക് എന്നാ ഒരു സൈക്കിൾ കട കിടക്കുന്നില്ല, വേറെ വർഷപ്പ് നേരം ഐസ്ക്രീം കട. ഓ അങ്ങനെ ചിലവോ ഐസ്ക്രീം ഒക്കെ ഇപ്പൊ തണുപ്പ് ക്രിസ്മസ് ആകാറ്. പിന്നെ എങ്ങനെ നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് പോലത്തെ ഒരു കമ്പനി തുടങ്ങിയത്? ചെടിക്കട മതി. ഓടാറക്കാം. ഇപ്പൊ ചെടി ആരും മേടിക്കുന്നൊന്നുമില്ല. അതൊക്കെ നമുക്ക് തുടങ്ങാം. പിന്നെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്? 12,000. എടാ നോക്കാൻ കൊണ്ടിറങ്ങും. ഒത്തിരി നേരം ഇവിടെ ഇരിക്കുവാ. എടാ നിന്റെ പൈസ വല്ലതും മേടിച്ചു? 249 രൂപ റീചാർജ്. അപ്പൊ അത് പറ്റിക്കല. അല്ല നീ മഞ്ഞൾ പൈസ ഉണ്ടോ? എവിടെ പോയി? ആവേശമൊക്കെ ഉണ്ടല്ലോ നീ. എടാ അങ്ങോട്ട് നോക്കടാ, നമുക്കൊരു ജോലിക്കുള്ള കാര്യം വരുന്നുണ്ട്. ഉണ്ണീസ് ജോബ് സെന്റർ. അങ്ങോട്ട് പോയാലോ? സാറേ ഞങ്ങളൊരു പരസ്യം കണ്ടപ്പോ വന്നതാണ്. നിങ്ങൾക്ക് അധികം പൈസയുള്ള ജോലിയാണ് വേണ്ടത്. ആണ് സാറേ. നിങ്ങൾ എത്രയാണ് പഠിച്ചിട്ടുണ്ട്? ബിടെക്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു കമ്പനി കയറത്തില്ലേ? നിങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ എന്തോ? അനങ്ങാൻ പാടില്ല. ഫാനിന്റെ അടിയിരിക്കണം. ഒരു ഉറങ്ങാൻ ഒത്തിരി സമയം. കറങ്ങുന്ന കസാരമാണ്. ജോലി കൂടുതൽ പാടില്ല. അത് ഫ്രീ ടൈം നോക്കുമ്പോ ഒരു 5-6 ഉച്ചക്ക് കഴിക്കാൻ നല്ല ഫുഡ്. വൈകുന്നേരം ചിക്കനും മട്ടനും. മക്കളും എണ്ണീച്ചേ. അങ്ങനെ ആ ജോലിയും പോയി. ജോലിയല്ലേ പണ്ടത്തെ അത് കാണിക്കലും ഈ ബംഗാളിമാർക്ക് മാത്രം ഈ ഇന്ത്യ ജോലി, നമുക്ക് മാത്രമില്ല. അങ്ങനെ മുടി കിട്ടിയതാ. भाई काम नहीं है, काम दे तो। अरे भाई काम नहीं।